അമ്മേ ഞങ്ങൾ പോകുന്നു കണ്ടില്ലെങ്കിൽ കരയരുതേ എന്ന് പണ്ട് പൂർവികർ വിളിച്ച മുദ്രാവാക്യമുണ്ട്. അത് തന്നെയാണ് ഞാൻ സമരത്തിന് പോകുമ്പോൾ എനിക്ക് ആവേശം തരുന്നത്. ബോൾഡ് അല്ലാതിരുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു പണ്ട്. ചെറുപ്പത്തിലെ അങ്ങനെ ആയിരുന്നത് ഞാൻ ക്യാമ്പസിലേക്ക് കടന്നു വന്നപ്പോഴാണ് കൂടുതൽ ബോൾഡായിട്ടുള്ളൊരു മിവ വളർന്നു വന്നത്. എൻ്റെ നിലപാടുകൾക്ക് കോട്ടം തട്ടാത്ത ഏതൊരു ഫ്രണ്ട്ഷിപ്പിനും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്താണ് KSU എന്ന് ഓരോ KSUക്കാരൻ്റെ മുഖത്ത് നിന്ന് ആ വിദ്യാർത്ഥിക്ക് വായിച്ചെടുക്കാൻ സാധിക്കണം. നമ്മുടെ ബാനറിൽ എഴുതിയിരിക്കുന്ന വിഷയം അത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ സമരത്തിൽ ഇറങ്ങുന്നത്. നമ്മുടെ കരിയർ, നമ്മുടെ ഫ്യൂച്ചർ, ഇതൊക്കെ പലരുടെയും പാതി വഴിയിൽ നിർത്തിയിട്ടായിരിക്കും പലരും സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോവുക. ഞാൻ എന്നെ രക്ഷിക്കും എന്നുള്ളൊരു ചിന്ത. KSU എന്ന് പറയുന്ന സംഘടന ശക്തിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ? കാരണം നമ്മളിപ്പം പറഞ്ഞല്ലോ, നമ്മൾക്ക് ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല. അവരൊരു സോഷ്യൽ മീഡിയ വേൾഡിൽ വേറെ എവിടെയൊക്കെയോ നടക്കുന്ന ഏതൊക്കെയോ കൾച്ചർ ഫോളോ ചെയ്തു പോകുന്ന കുട്ടികൾക്കിടയിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പം രാഷ്ട്രീയം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ അത്രത്തോളം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം സംഘടന ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? KSUവിനെ സംബന്ധിച്ച് ഒരുപാട് SFI ആധിപത്യത്തിലിരുന്ന ക്യാമ്പസുകൾ എല്ലാം തന്നെ ഓരോന്നായി നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ ക്യാമ്പസുകളായാലും യൂണിവേഴ്സിറ്റികളായാലും സംഘടനാപരമായി അതിനേക്കാൾ ഉപരി ആശയപരമായി നമ്മൾ അത് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നൊരു ഇതാണ്. അതിനെയെല്ലാം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് നമ്മുടെ ലക്ഷ്യം. അതിനായി നമ്മൾ ആദ്യ വർഷം ഫസ്റ്റ് ഇയറിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യുന്നത്. അത് ഒരിക്കലും ഒരു കൊടിയുടെ നിറം കൊണ്ടോ നമ്മൾ ബാനറിൽ എഴുതി വെക്കുന്ന ക്യാപ്ഷന് കൊണ്ടോ ഒന്നുമല്ല. അത് ആ വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റം കൊണ്ടും വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പിക്ചർ ഉണ്ട്, അത് നമ്മുടെ പെരുമാറ്റത്തിലാണ്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് KSU എന്ന് ഓരോ KSUക്കാരൻ്റെ മുഖത്ത് നിന്ന് ആ വിദ്യാർത്ഥിക്ക് വായിച്ചെടുക്കാൻ സാധിക്കണം. അത് അങ്ങനെ മറ്റ് സംഘടനകളിൽ നിന്ന് SFI എന്ന് പറയുന്ന അല്ലെങ്കിൽ ABVP പോലുള്ള സംഘടനകളിൽ നിന്നെല്ലാം KSUവിനെ അവർ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ക്വാളിറ്റി ആ വിദ്യാർത്ഥികൾ കൃത്യമായി കണ്ടുപിടിച്ച് അവർ സെലക്ട് ചെയ്യുന്നതാണ് സംഘടനാ പ്രവർത്തനം. ഇനി പൊളിറ്റിക്കൽ അല്ലാത്ത വിദ്യാർത്ഥികൾ ഒരുപാട് പല രീതിയിൽ SFI ഒക്കെ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും. ആ സാഹചര്യത്തിലെല്ലാം KSU അതിൻ്റെ ആശയങ്ങളുമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് വിദ്യാർത്ഥികളോടൊപ്പം നിലകൊള്ളുന്ന ഒരു സാഹചര്യം ക്യാമ്പസിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് KSU ചെയ്യുന്നത്. ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന 3-4 പേര് മാത്രം മതി ആ സംഘടനയെ ആ ക്യാമ്പസിലൊട്ട വളർത്തിയെടുക്കാൻ. അങ്ങനെ ക്യാമ്പസിലെ ഓരോ വിദ്യാർത്ഥിയുടെയും ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അവർക്ക് ആ ക്യാമ്പസിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായാൽ ആ കുറവുകളിൽ ആദ്യം അവർക്ക് വേണ്ടി സംസാരിക്കുന്ന സംഘടനയായി മാറാൻ KSU എന്നും ശ്രമിക്കാറുണ്ട്. അതുപോലെ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ട പ്രോഗ്രാമുകൾ, പരിപാടികൾ, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഓരോ ക്യാമ്പസ് പ്രവർത്തനങ്ങളൊക്കെ KSU ഇനീഷ്യേറ്റീവ് എടുത്ത് ഓരോ ക്യാമ്പസിലും കൊണ്ടുപോകാറുണ്ട്. കൃത്യമായിട്ട് KSU മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും, ബോധവൽക്കരണങ്ങളായാലും അവരാഗ്രഹിക്കുന്ന എന്തും ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. വിദ്യാർത്ഥികളുടെ ശബ്ദമാവുക എന്നുള്ളതാണ് KSU ഓരോ ക്യാമ്പസിലും ചെയ്യുന്നത്. അതിനുള്ള റിസൾട്ട് തരുന്നതും ഈ പറയുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. KSUവിൻ്റെ സമരമുഖത്തെ ശക്തമായിട്ടുള്ള ഒരു നേതൃത്വത്തിലുള്ള ഒരാളാണ് മിവ എന്ന് പറയുന്നത്. ഞാൻ കണ്ടു ഇവിടെയൊക്കെ കുറേ മുറിപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ കുറേ തയ്യാറെടുപ്പുകൾ വേണ്ടിവരും, കുറേ പരിക്കുകളൊക്കെ പറ്റാറുണ്ടല്ലോ. എങ്ങനെയാണ് ഇതിനെയൊക്കെ പാച്ചപ്പ് ചെയ്ത് പോകുന്നത്? നമ്മൾ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ സമരത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയമായിരിക്കും നമ്മൾ സമരം തെരുവിലിറങ്ങി സമരം ചെയ്യുക എന്നുള്ളതിനോട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല എത്രയധികം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു വിദ്യാർത്ഥികൾ ഈ കേരള നാട്ടിൽ പോലും നിൽക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാവരും +2 കാലഘട്ടം കഴിയുമ്പോൾ വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനർത്ഥം ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുക എന്നുള്ളത് കേരളത്തിൽ
നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ട് ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഈ വിദ്യാഭ്യാസ മേഖല അടക്കം പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ, ഇനി വിദ്യാഭ്യാസ മേഖലയല്ല ആരോഗ്യ മേഖലയാണെങ്കിലും ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഏതു വിഷയമായാലും KSU മുന്നോട്ട് വെക്കുന്ന സമരം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, സമരം ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ എന്തിനാണോ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്, നമ്മുടെ ബാനറിൽ എഴുതിയിരിക്കുന്ന വിഷയം അത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ സമരത്തിന് ഇറങ്ങുന്നത്. 100% ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ സമരത്തിന് ഇറങ്ങുന്നത്. ആത്മാർത്ഥമായിട്ട് സമരം ചെയ്യുന്നവർ ഏതൊരാളും സ്വന്തം കൈയും മെയ്യും മറന്നാണ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ, നമ്മൾ ശരീരം നോക്കാതെ തന്നെയാണ് എന്തു സംഭവിക്കും, മുന്നിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഒരു ഇതുമില്ലാതിരിക്കുന്ന ആ ഒരു സാഹചര്യമാണ് ആ ഒരു സമരമുഖത്തുണ്ടാകുക. ഇനി പോലീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഹെൽമെറ്റും ഷീൽഡും ഒക്കെ ആയിട്ട് പ്രതിരോധിക്കാൻ നിൽക്കും. ഒരു KSU ഒരു സമരം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി, ഒരു പ്രവർത്തകനെ സംബന്ധിച്ച് അവൻ്റെ കയ്യിൽ അതിനെ തടുക്കാനായിട്ട് യാതൊന്നും തന്നെ ഉണ്ടാകില്ല. ഒരു ഹെൽമെറ്റോ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഷീൽഡോ ഒന്നും തന്നെ ഇല്ല. ഒരു പച്ചയായിട്ട് നിന്നുകൊണ്ട് ഒരു സമരത്തെ നേരിടുമ്പോൾ ഒരുപാട് പരിക്കുകളും ഒരുപാട് മർദ്ദനങ്ങളും ഏറ്റുവാങ്ങാറുണ്ട്. അങ്ങനെ ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ ഒരുപാട് സഹപ്രവർത്തകർക്ക് ഒരുപാട് നഷ്ടങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ആശുപത്രിയോ കഴിയേണ്ടി വരികയും അതുപോലെ ജയിൽ വാസം അനുഭവിക്കാൻ ഒക്കെ ഞാനടക്കം 9 ദിവസം ജയിലിൽ കടന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സമരം ചെയ്യുന്ന ആ വിഷയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിനുവേണ്ടി 100% ഡെഡിക്കേറ്റഡ് ആകുക എന്നുള്ളതാണ്. അതിലപ്പുറം അമ്മേ ഞങ്ങൾ പോകുന്നു കണ്ടില്ലെങ്കിൽ കരയരുതേ എന്ന് പണ്ട് പൂർവികർ വിളിച്ച മുദ്രാവാക്യമുണ്ട്. അത് തന്നെയാണ് ഞാൻ സമരത്തിന് പോകുമ്പോൾ എനിക്ക് ആവേശം തരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ആ മുദ്രാവാക്യം ഓർമ്മ വന്നത്, ഞാൻ സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഓർക്കുന്ന മുദ്രാവാക്യം അതാണ്. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമോ എന്നുള്ളൊരു ഉറപ്പ് നമുക്കില്ല. അങ്ങനെ ആയിരിക്കണം സമരം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. നഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. ഒരു രാഷ്ട്രീയത്തെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ വളർത്താനായിട്ട് ജീവമരണ പോരാട്ടത്തിന് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. നമുക്ക് എന്ത് സംഭവിച്ചാലും ചിലപ്പോൾ പാർട്ടി നമുക്കൊപ്പം ഉണ്ടാകും. എങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന ദിവസങ്ങളും സമയങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇതിനായിട്ട് ഇറങ്ങണമായിരുന്നോ എന്ന് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ചിന്തകളൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരിക്കലും എൻ്റെ പ്രസ്ഥാനത്തെ ഓർത്തുകൊണ്ടൊന്നുമല്ല. ഞാൻ ഇറങ്ങി തിരിച്ച് ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ പ്രസ്ഥാനം പൊതുപ്രവർത്തകയാകണം എന്നുള്ള എൻ്റെ ലക്ഷ്യത്തിന് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണെന്ന് ഞാൻ വിശ്വസിക്കണം. ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുകയാണ്. എൻ്റെ പ്രസ്ഥാനത്തെയും എൻ്റെ ആശയത്തെയും ഇപ്പോഴും ഞാൻ മുറുകെ പിടിക്കുകയാണ്. എന്നും ഞാൻ മുറുകെ പിടിക്കും. കാരണം ഒരു കളങ്കം അതിന് പറ്റില്ല എന്ന് 100% ഉറപ്പ് എനിക്കുണ്ട്. പിന്നെ വിഷമിച്ചിരിക്കേണ്ട സാഹചര്യവും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കേണ്ട സാഹചര്യം ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കേണ്ടി വന്നോ എന്നൊക്കെ പലർക്കും അങ്ങനെയൊക്കെ ഉണ്ടാകാം. കാരണം നമ്മുടെ കരിയർ, നമ്മുടെ ഫ്യൂച്ചർ, ഇതൊക്കെ പലരുടെയും പാതി വഴിയിൽ നിർത്തിയിട്ടായിരിക്കും പലരും സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോവുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനയിൽപ്പെടുന്ന ആളുകൾ അവരൊരു കരിയർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ വിദ്യാർത്ഥി സംഘടനകളിൽ നേതൃസ്ഥാനത്തേക്കൊക്കെ എത്തി അതിനുവേണ്ടി ഫുള്ളി അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അതിലൊരാൾ തന്നെയാണ് ഞാനും. അങ്ങനെ നമ്മൾ കരിയർ കംപ്ലീറ്റ് ചെയ്യാതെ, അതായത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ സംഘടനയെയും മുറുകെ പിടിക്കണം. അത്തരമൊരു സാഹചര്യത്തിൽ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്യൂച്ചറും നമ്മുടെ ഫാമിലി, നമ്മുടെ ഫിനാൻസ് ഇതൊക്കെ ഓർത്ത് സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ തരണം ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മുന്നിൽ കാണുന്ന, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കും, അതിലെത്തിപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ. ശുഭാപ്തി വിശ്വാസം തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധ്യം, നമ്മൾ ചെയ്യുന്നത് എന്തോ അത് ശരി ആണ് എന്ന്, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ളൊരു തോന്നൽ, ആ ഒരു ഉറപ്പ് ഒക്കെ തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത് പ്രതിസന്ധിയുടെ ഇടയിലും.
മിവ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുമല്ലോ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടി. അപ്പം ഈ ഒറ്റയ്ക്കൊക്കെ തന്നെ ആയിരിക്കുമല്ലോ യാത്ര ചെയ്യുന്നത്. എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു ധൈര്യം വരുന്നത്? എവിടെയാണ് താമസം? ഞാൻ മനസ്സിലാക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരു മിവേനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ആ യാത്രകൾക്കൊക്കെ ഉള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? വീട്ടിൽ നിന്നാണോ, സംഘടനയിൽ നിന്നാണോ? ഒരു തരത്തിലും ഇതുപോലെയുള്ള ധൈര്യം ഒന്നും ഇല്ലാതിരുന്നൊരു ഒരു എന്താ പറയാ, ബോൾഡ് അല്ലാതിരുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു പണ്ട്. ചെറുപ്പത്തിലെ അങ്ങനെ ആയിരുന്നത് ഞാൻ. ക്യാമ്പസിലേക്ക് കടന്നു വന്നപ്പോഴാണ് കൂടുതൽ ബോൾഡായിട്ടുള്ളൊരു മിവ വളർന്നു വന്നത്. അതിന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് എനിക്ക് ഈ ബോൾഡ്നെസ്സും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഓടി നടക്കാൻ ഒരു ഇത്രയും ധൈര്യത്തോടെ ഓടി നടക്കാനും എവിടെ പോയാലും ഞാൻ എന്നെ രക്ഷിക്കുമെന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ചിന്ത, ആ ധൈര്യമൊക്കെ എനിക്ക് തന്നത് എൻ്റെ പ്രസ്ഥാനം തന്നെയാണ്. അതിലും മുഴുവനായിട്ടും എൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം എനിക്ക് തന്നത് എൻ്റെ പ്രസ്ഥാനം തന്നെയാണ്. തീർച്ചയായിട്ടും റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങേണ്ടി വരുന്ന, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു ട്രാവലിംഗ് ആയിട്ടുള്ളൊരു വ്യക്തി, ഇടയ്ക്ക് വീട്ടിലേക്ക് വരുന്ന, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോഴൊന്നും ഒരിക്കലും എന്താ പറയുക പേടിക്കേണ്ടി വന്നിട്ടില്ല, പേടിയാകുക എന്നുള്ളൊരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല ധൈര്യത്തോടെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതൊക്കെ ആ ഒരു ബോൾഡ്നെസ് ഒക്കെ ഈ സംഘടനയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. മാതാപിതാക്കൾ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത്? അതൊരു പെൺകുട്ടിയാണ്, അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, രാത്രികളിൽ യാത്ര ചെയ്യുന്നു, വിളിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, പരിപാടികളിലാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു ഇവയുടെ ഈ വളർച്ചയെ കാണുമ്പോൾ പാരൻസ് എന്താണ് പറയുന്നത്? രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വേറെ ആണ് എന്നൊക്കെ തുടക്കത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ നമ്മുടെ സംഘടനാപരമായിട്ടൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ, നമ്മുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഫാമിലിയിൽ നിന്ന് ഉണ്ടായ എതിർപ്പുകളൊക്കെ താനേ ഇല്ലാതാകുന്നതാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. തുടർന്നിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവർ നോ പറഞ്ഞ സാഹചര്യങ്ങൾ എല്ലാം ഇപ്പോൾ എനിക്കുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ പ്രഷർ ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമാണ്. എന്ത് കാര്യത്തിനും ഇപ്പോൾ ഞാൻ തയ്യാറായില്ലെങ്കിൽ എന്തുകൊണ്ട് പോകുന്നില്ല, നീ എന്താ പോകാത്തതെന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് എന്നെ നിർബന്ധിച്ച് വിടുന്നത് എൻ്റെ ഫാമിലി, എൻ്റെ പാരൻസാണ്. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു സപ്പോർട്ട് ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് 100% സപ്പോർട്ട് എനിക്ക് തരുന്നത് ഇപ്പോൾ എൻ്റെ പാരൻസ് ആണെന്ന് എനിക്ക് ഉറച്ച് പറയാനായിട്ട് സാധിക്കും. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന, നമ്മളെ കൊണ്ട് ചെറിയ എന്തെങ്കിലും സഹായം കിട്ടിയാൽ അത് വലിയൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരിതാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വലിയ വലിയ MP-മാരെ MLA-മാരെയൊക്കെ സമീപിക്കാൻ വേണ്ടി നമ്മളോടൊക്കെ ചോദിക്കുമ്പോൾ ചികിത്സ സഹായം, ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട്, അവരുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവരെ കാണാണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിലൊക്കെ ഇടപെടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട്. ഇതൊക്കെ നോക്കിക്കാണുന്ന എൻ്റെ പാരൻസ് ഉണ്ട്. അതൊക്കെ ഇവർ നോക്കുമ്പോൾ എത്രമാത്രം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് എൻ്റെ മകളെ കൊണ്ട് സാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ടാകും, ആ ഒരു അഭിമാനം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ പ്രോത്സാഹനം തരാൻ നമ്മൾ ചെയ്യുന്ന ശരികൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ മറ്റൊരാൾക്ക് ഗുണം ചെയ്യുന്നു, അല്ലെങ്കിൽ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധ്യം, ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ്, ശരിയാണ് എന്നുള്ളൊരു ഉറച്ച ബോധ്യം തന്നെയാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടും, ഇത്രയും പോലീസിൻ്റെ മർദ്ദനങ്ങളൊക്കെ ഏൽക്കേണ്ടിയൊക്കെ വന്നിട്ടും വീണ്ടും വീണ്ടും അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. സാധാരണ പാരൻസ് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വീണ്ടും വീണ്ടും എന്നെ അതിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു പൊതുപ്രവർത്തകയായിട്ട് വളർന്നു വരാൻ സാധിക്കുമെന്നുള്ളൊരു ബോധ്യം തന്നെയായിരിക്കാം. സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നു, നമുക്കൊരു സ്ഥിര വരുമാനം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരു ഇൻകം എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത്? ഞാൻ എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞതാണ്, BTech കംപ്ലീറ്റഡ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻകം എന്നുള്ള നിലയിലേക്ക് എത്തുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും ഒരു സംഘടനാപരമായിട്ടും സംഘടനയെ മുമ്പോട്ട് പോകണം അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ ഞാൻ പാർട്ട് ടൈം ആയിട്ടും ജോലിക്ക് പോയിട്ടുണ്ട്. സംഘടന പ്രവർത്തനം ഒപ്പം ജോലിയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്.
അങ്ങനെ ഏത് നിലയിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ ഏത് രീതിയിലും ഏത് ഫീൽഡിലും വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ മുമ്പോട്ട് പോയിട്ടുണ്ട്. കരിയർ അതിനോടൊപ്പം മുമ്പോട്ട് കൊണ്ടുപോകണം, ഒരു നല്ലൊരു വരുമാനം ഉള്ളൊരു ജോബും ഒക്കെ ആയി സംഘടനാ പ്രവർത്തനം കൊണ്ടുപോകണം. പൊളിറ്റിക്സും കരിയറും ഒപ്പം കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്തോ ചെറിയ ബിസിനസ്, എന്തോ ചെറിയ പരിപാടി, ചെറിയൊരു കടയാണുള്ളത്, ഷോപ്പാണുള്ളത്. അതിൽ നിന്നുള്ളൊരു ചെറിയ വരുമാനം കൊണ്ട് മാത്രം, അതൊരു വരുമാനമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒന്ന് നിലനിൽക്കാൻ ഒരു ജോലി ഇല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ ബിസിനസ് അതെന്നെ സഹായിക്കുന്നുണ്ട്. അതൊരു താൽക്കാലികം മാത്രമാണ്. ഒരു ജോലി ഉറപ്പായിട്ടും ഏൺ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇനി ഒരു 5 വർഷം കൊണ്ട് മിവനെ രാഷ്ട്രീയത്തിൽ എവിടെയാണ് മിവ തന്നെ അടയാളപ്പെടുത്തുന്നത്? ഇപ്പോൾ എങ്ങനെയാണോ പൊളിറ്റിക്സും രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ഒരു മനോഭാവം, ആ ഒരു മനോഭാവത്തിൽ ഒരടി പോലും പുറകോട്ട് വെക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറയാതെ എൻ്റെ പ്രസ്ഥാനം കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക്, ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക്, അവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒട്ടനവധി കാര്യങ്ങൾ എന്നിലൂടെ സാധ്യമാക്കണമെന്നുള്ള ഒരു വലിയ ലക്ഷ്യം എനിക്കുണ്ട്. അതിന് ഈ 5 വർഷം അല്ല, 10 വർഷമല്ല, എത്ര വർഷം നീണ്ടാലും ഒരടി പോലും പുറകോട്ട് പോകാതെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് നിൽക്കണമെന്നാണ് അതിയായിട്ടുള്ള ആഗ്രഹം. അതിന് വേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വരുമാനവും എല്ലാം സ്വന്തമായിട്ടുണ്ടാകണം എന്നുള്ള ഉറച്ച ഒരു ലക്ഷ്യബോധമുണ്ട്. സംഘടനാ പ്രവർത്തനം, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രത്യുപകാരം ചെയ്താൽ അത് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതിന് വേറൊരു നിർവചനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ തരത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമാവുക എന്നുള്ളതാണ്. അതിൽ കുറഞ്ഞ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയില്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ചുരുങ്ങി നിൽക്കുന്ന, ഇപ്പം KSUവിൻ്റെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ എന്തൊരു ഉപദേശമാണ് നൽകാനുള്ളത്? ഓരോ വിദ്യാർത്ഥിയും സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളെയും നമ്മളെ ബാധിക്കുന്നില്ല നമ്മളെ ബാധിക്കാത്ത വിഷയങ്ങൾ ആണെങ്കിൽ പോലും സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. അതുപോലെ മറ്റൊരാളുടെ പ്രശ്നങ്ങൾ നമ്മുടെയും കൂടി പ്രശ്നങ്ങളായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. അതിനോട് എനിക്ക് പ്രതികരിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു പ്രവണത മാറ്റിയെടുക്കാൻ പുതിയതായിട്ടുള്ള യുവതലമുറ ശ്രദ്ധിക്കണം. കൂടുതലായി അതിലേക്ക് ഇടപെടാനും അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും ചെറിയതായിട്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നിടത്താണ് പൊതുബോധം എന്നുള്ളൊരു ആശയം ഉണ്ടാക്കിയെടുക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പെൺകുട്ടികൾ കൂടുതലായിട്ട് ഒരു പ്രതികരിക്കാൻ തയ്യാറാകണം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളിൽ തളർന്ന് കീഴ്പ്പെട്ട് ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടുപോകുന്ന സാഹചര്യം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കൊന്നും കടന്ന് ചിന്തിക്കാതെ ഫ്രീ ആണ്. ഇത്രയും ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ വിഷയം മറ്റുള്ള ഒരു പ്രശ്നം പൊതുവായിട്ട് പറയാനുള്ളൊരു സാഹചര്യം മുമ്പോട്ട് കൊണ്ടുവരാൻ, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ, ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഒരു സമൂഹ ജീവിയായിട്ട് ജീവിക്കാൻ പറ്റണം, മനുഷ്യത്വമുള്ളവരായിട്ട് ജീവിക്കണം. ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായില്ലെങ്കിലും മറ്റുള്ളവരെ പരിഗണിക്കുന്നവരായി, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവരായി വളർന്നു വരാനായിട്ട് യുവതലമുറ ശ്രദ്ധിക്കണം. ഒരു ക്വസ്റ്റ്യനും കൂടെ, മിവയുടെ സൗഹൃദമൊക്കെ എങ്ങനെയാണ്? രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെയുള്ള സൗഹൃദങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണോ മിവ? സൗഹൃദങ്ങളിൽ അങ്ങനെ പൊളിറ്റിക്സ് കലർത്താൻ താല്പര്യമില്ല. അത് കുടുംബത്തിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും പൊളിറ്റിക്സിന്റെ പേരിൽ തമ്മിത്തല്ലുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം ഫ്രണ്ട്സും സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തമ്മിത്തല്ലാനോ വാദിച്ച് ജയിക്കാനോ ഉള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
അങ്ങനെ മാറുന്നിടത്താണ് ഈ കലഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ലക്ഷ്യം വെക്കുന്ന ഒറ്റ കാര്യം ഈ സമൂഹത്തിൻ്റെ നന്മ, അതിലപ്പുറം വേറൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കളങ്കം വരുത്താത്ത രീതിയിൽ എൻ്റെ നിലപാടുകൾക്ക് കോട്ടം തട്ടാത്ത ഏതൊരു ഫ്രണ്ട്ഷിപ്പിനും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നിലപാടുകളിൽ മാറ്റം വരുത്താതെ ആരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാറുണ്ട്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് KSU ജനറൽ സെക്രട്ടറി മിവ ജോളി ആയിരുന്നു. താങ്ക് യു സോ മച്ച്.